എന്നമ്മാ സിരിക്കറീങ്ക? ഞാനേ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. എൻ്റെ മനസ്സ് പറയുന്നു ഭാവിയിൽ ആ കൊച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് ചേരുമെന്ന്. എനിക്ക് ചോനർത്തല നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണം, എന്നിട്ടൊരു പൂപ്പട നേരണം. ആ മോള് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് ചേരണേന്ന്. அதுக்கு பாவி எல்லாம் தேவையில்லம்மா. நீங்க விஷயம் தெரியாம பேசிட்டு இருக்கீங்க. അതിനെന്തോ വിഷയം? அம்மா அது வந்து ആന്റി എനിക്കിനി വയ്യാട്ടാ. അമ്മല്ലാണെങ്കിൽ മമ്മീനെ വിളിക്കൊന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഒരു വിധത്തിലാണ് റിയ പിടിച്ചു വെച്ചേക്കുന്നത്. എന്താ കാര്യം പറ. அம்மா அந்த விஷயம் தான் நான் சொல்றதுக்கு ஆரம்பிச்சேன். അത് പിന്നെ അമ്മുമ്മ അതെന്താന്ന് വെച്ചാല് മെർലിൻ ചേച്ചി മമ്മയെ വിളിക്കണമെന്നും പറഞ്ഞ് ധൃതി പിടിക്കുന്നു. കേശവനാണെങ്കിൽ വായം പൊളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ചെറുക്കിനെ കൊണ്ട് അതിനല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തോന്നൊന്ന് കാര്യം പറയൂ. അല്ല അമ്മുമ്മ, മെർലിൻ പറയാ മെർലിൻ ഇവിടുന്ന് പോകുന്നില്ലാന്ന്. ആ ഇപ്പൊ പോകുന്നില്ല, വൈകിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞതല്ലയോ? അതല്ല, മെർലിൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള പരിപാടിയാ. കേശുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അത് മെർലിന്റെ മമ്മീനെ വിളിച്ച് പറയുന്ന കാര്യമാണ് ഞാനും ആന്റി ഇപ്പൊ പറഞ്ഞത്. രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഇപ്പൊ ഒരുമിച്ച് താമസിക്കില്ല, 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കുമെന്നാണ് മെർലിന്റെ. ഞാനെന്ത് ചെയ്തിട്ടാ? എന്തൊക്കെയാ പറയുന്നത്? എന്തൊരു നാണക്കേടാ ഇത്. ഇവിടെ രജിസ്റ്റർ ഇല്ലാതെ കഴിഞ്ഞ് ഇവിടെ താമസിക്കാനോ? അവൻ കൊച്ചു ചേർക്കുന്നല്ലയോ? ആണോ? സത്യം പറ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ? പറ, ഇപ്പൊ പറഞ്ഞോണം. ഞങ്ങളൊക്കെ അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യം അമ്മൂമ്മ എടുത്ത് പറയൂ. പാറു, അവനോട് ഇങ്ങ് വരാൻ പറ. അവൻ മാത്രം പിള്ളേരല്ലേ അമ്മുമ്മ? ഒറ്റ എണ്ണം വെച്ചെന്നാലുണ്ടല്ലോ. എനിക്ക് അപ്പോഴേ തോന്നി, ഓ സാരി കൊള്ളത്തില്ല അമ്മൂമ്മേ, നല്ലതല്ലേ അമ്മൂമ്മേ, ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മ തിരക്കം. അപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. அம்மா நீங்க கொஞ்சம் முன்னாடி இப்படி இல்லല്ലോ சொன்னது. நீங்க என்ன சொன்னீங்க? பாவி மருமக பூ கூட நேர்ச்ச அந்த மாதிரி எல்லாம் சொன்னாங்க லட்சு. അതിപ്പോ ഞാൻ അറിഞ്ഞോ ഇപ്പം? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? കേട്ടതൊക്കെ ചിലപ്പോ സത്യമായിരിക്കും, ചിലപ്പോ അസത്യമായിരിക്കും, പിന്നെ അർത്ഥസത്യങ്ങളും കാണൂല അമ്മൂമ്മ. നീ എന്തോ ഒന്ന് പരുങ്ങുന്നേ? നിനക്കെന്താ നേരെ എന്ന് പറയാൻ അറിയാൻ വയ്യായോ? നേരെ എന്നല്ലോ. കൂടുതൽ വേഷം കെട്ട് കാണിച്ചോണ്ടല്ലോ, അടിച്ച് ഞാൻ ശരിയാക്കി കളയും. സത്യം പറയടാ. എന്താ അമ്മൂമ്മ? അവളോട് നിൽക്കാൻ പോവാന്ന്? ഇല്ല, അവള് പോവും. ആ അവള് പോവും. അവൻ പറയുന്നു മെർലിൻ പോവോ? പോവില്ല. പോവില്ലാന്ന്. നീ ഇപ്പൊ പറഞ്ഞ മെർലിൻ പോകുന്നില്ലയോ? അമ്മൂമ്മ അവള് പോവും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പോവില്ലെന്ന് പറഞ്ഞതോ? അവള് പോവില്ല. മേടിക്കുന്നത് സത്യം പറയടാ. മെർലിൻ പോവില്ല, മറ്റേ കൊച്ചു കൂടെ വന്ന കൊച്ചു പോവും. പിന്നെ മെർലിൻ എന്തോ ചെയ്യാൻ പോവാ? എനിക്ക് അറിഞ്ഞൂടാ. നീ ചോദിച്ചില്ലേ? പറയടാ, രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാന്ന്. വന്നേ, ഇനി വാ മോനെ, ഇത് പൊന്നുവാനല്ലേ, ഇനി വന്നാട്ടെ. വാ, ഇനി വാ വാ വാ, ഇങ്ങോട്ട് വാ. നീ ഇങ്ങനില്ലേ? മക്കള് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ. താടി പോലും വന്നിട്ടില്ല. എനിക്ക് അവിടെ കാര്യം ഓർത്ത് ടെൻഷൻ ഒന്നുമില്ല. നിന്റെ കാര്യം ഓർത്ത് അവള് ടെൻഷൻ. മൊട്ടേന്ന് വിരിഞ്ഞില്ല. അവള് വലിയ കുട്ടിയാ. മര്യാദക്ക് അവളെ പറഞ്ഞു വിട്ടോണം. പറഞ്ഞു കേട്ടോടാ. കല്യാണം കാഴ്ച നടക്കുന്നു. ആഹാ, ഇവിടെ ഇരിക്കുവായിരുന്നോ? എങ്ങനെയുണ്ട്? ഞാൻ എന്റെ സ്വന്തം വീട്ടിലിരിക്കണ ഒരു ഫീലില്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ? അപ്പൊ നീ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിന് എന്താ കാരണം? എന്റെ അറിയേ, നിനക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഡാഡി എനിക്ക് ഒരു സ്വസ്ഥത തരുന്നില്ല. ഇവിടെ ആവുമ്പോ എനിക്ക് സ്വസ്ഥതയായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാം. ദേ ഞാൻ ഇരിക്കുന്നുണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് ആ വീട്ടിലില്ല. പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുമല്ലോ.
നീ ഇപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണെന്നല്ലേ പറഞ്ഞത്? ഈ രജിസ്റ്റർ മാരേജും കഴിഞ്ഞ് ഇവിടെ കയറി താമസിക്കുമ്പോ നാട്ടുകാരൊക്കെ ചോദിക്കൂലേ, അതെന്തൊരു നാണക്കേടായിരിക്കും? ഒരു നാണക്കേടുമില്ല. ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് മതി. എന്റെ മെർലിനെ, നീ എന്നെയും കൂടെ കുടിക്കുമല്ലോ. ഞാനെന്ത് കുടിക്കുന്നു? നിന്റെ കൂടെ വന്നോണ്ട് ഞാൻ കുടുങ്ങുമെന്നാണ് എന്റെ പേടി. കഴിഞ്ഞില്ലേ നിങ്ങളുടെ ചർച്ച? ഓ, എന്ത് ചർച്ച? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ലേലേ ബന്ധുക്കള് പകുതി പേര് പറയുന്നത് ഞാൻ തലതെറിച്ച് നടക്കാന്ന്. ഇനിയിപ്പൊ ഇവളെയും കൂടി ഞാൻ വഷളാക്കിന്ന് പറയും. ചേച്ചി ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. മെർലിൻ ചേച്ചി ചുമ്മാ പറയുന്നയാ. വൈകുന്നേരം 5 മണി ആവുമ്പത്തേക്ക് മെർലിൻ ചേച്ചി വീട്ടിൽ പോകും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ പാറു? അല്ല, നേരത്തെ നിങ്ങൾ ഇങ്ങനല്ലേ പ്ലാൻ ചെയ്തേ? എന്നാ ആ പ്ലാനൊക്കെ മാറി. മെർലിനെ, സത്യം പറഞ്ഞ താൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആള് ഞാനാണ്. പറയട്ടെ, പക്ഷേ ഇപ്പം അത് പറ്റത്തില്ലല്ലോ, നടക്കത്തില്ല. അതുകൊണ്ടാണ്. യേശു, നിനക്ക് ഈ നടക്കില്ല, പറ്റില്ല, സമ്മതിക്കില്ല അങ്ങനെ അല്ലാണ്ട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? മെർലിൻ, നീ എടുത്ത മുടിവില് ഒരു മാറ്റവും ഇല്ലയാ? ആന്റിക്കും എന്നെ ഇപ്പൊ പറഞ്ഞു വിടണമെന്നായിരിക്കും അല്ലേ? ഇതാകുമ്പോ കറക്റ്റ് സന്ദർഭമാണല്ലോ. ஆமா, ரொம்ப கரெக்ட். ആന്റി இல்ல லட்சு, அம்மாக்கு எல்லா விஷயம் தெரியுமே, அதனால நான் சொன்னேன். അമ്മൂമ്മയോട് പറഞ്ഞോ? അതേതായാലും നന്നായി. അമ്മൂമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മൂമ്മയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അമ്മൂമ്മ എന്നെ കൈകൊണ്ടില്ലാന്ന്. എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് വരെ. പറു, ആ ഫോണൊന്നും എടുത്തു തരുമോ? അല്ല, അത് മെർലിൻ. കൊച്ചു പോയടാ. அம்மா, நீங்க என்ன செஞ்சீங்க? அனுகிரகம் செஞ்சீங்களா? ഞാൻ അനുഗ്രഹം ഒന്നും കൊടുത്തില്ല. இப்படி செஞ்ச அனுகிரகம் தான் எங்க ஊர்ல. നീ നിന്റെ ജോലി നോക്കിപ്പോ. നീ എന്തുവാടാ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നേ? നീ അടുക്കളയിൽ വെച്ച് ഭയങ്കര അഭിനയമായിരുന്നല്ലോ. സത്യം പറയടാ, നീയും മെർലിനും കൂടെ ഒത്തോണ്ടുള്ള കളിയല്ലോ ഇത്? സത്യം പറയടാ. എന്തിനമ്മ കണ്ട ആ മുഖം കണ്ടാ അറിയാം എന്തോ ഒരു കള്ളലക്ഷണം. മുഖത്ത് തേങ്ങ പോച്ചേ ആന്നല്ലേ അമ്മൂമ്മ? പിന്നെന്തുവാ? കേശുവേ, നീ കൂടെ നിന്ന് കാല് വരെ മിടുക്കനാണെന്ന് ചേച്ചിക്ക് നല്ലോണം അറിയാം. സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. ഉമ്മ ചേച്ചി ആശീർവാദം എന്റെ തന്നെ തിരിച്ചുവിടല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ. ഇപ്പോഴാ ഒരു കാര്യം ആലോചിക്കണേ. എന്താണാവോ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഫ്ലാറ്റിൽ നിന്ന് കൊറേ നേരം അവൾ ആരോടോ റൂമിൽ ഫോൺ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു. കേശോ, എന്നെയൊന്നുമല്ല, എന്റെ പൊന്നെ ഉണ്ടായിരിക്കണുണ്ട്. സത്യമായിട്ട് എന്നെയൊന്നുമല്ല വിളിച്ചത്, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി, സത്യമായിട്ട് അറിഞ്ഞൂടാ. സത്യം പറയട്ടാ. എടീ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെന്ന്. கேசோ, சத்தியமா சொல்லு, உன்னோட சப்போர்ட் இல்லாம மெர்லின் இப்படி ஒரு முடிவு எடுக்கவே மாட்டான். ചേട്ടാ, ഇത് വല്ലാത്ത കഷ്ടമല്ല, എനിക്ക് അറിഞ്ഞൂടാ. കേശു, கேசோ, சத்தியம் சொல்லு. സത്യം പറയട്ടാ. ഓ തന്നെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മെർലിൻ ഇതൊക്കെ ചെയ്യണത്. പോരെ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞോണ്ട് ചെയ്തല്ല. കൊച്ചെന്തൊക്കെയോ ചെയ്യണം. അമ്മൂമ്മയുടെ തലയെ തൊട്ട് തട്ടിയ എനിക്ക് അറിഞ്ഞൂടാ. അവള് ചെയ്യണേണ് ഇതൊക്കെ. ഞാൻ ഒന്നും ഇതിന് കൂട്ടി നിന്നിട്ടില്ല അല്ലേ? അറിഞ്ഞൂടെ എനിക്ക്.